ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ തിരുവനന്തപുരത്തുള്ള ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്ന തകരപ്പറമ്പിലാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ സ്പെയർ പാർട്സുകൾ, മൊബൈലിൻ്റെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും. A to Z ഇതുപോലുള്ള ഒരുപാട് കടകളുണ്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കടയ്ക്ക് അതൊക്കെ ജസ്റ്റ് കയറിയിട്ടൊന്ന് കാണാം എന്തൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ട്രിവാൻഡ്രത്തിൻ്റെ എത്രയെങ്കിലും വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഇലക്ട്രോണിക് സിറ്റിയാണിത്. കുക്കറുകൾ, ഗ്രൈൻഡറുകൾ, സീലിംഗ് ഫാനുകൾ, അത് പുതിയത് വേണമെങ്കിൽ പുതിയത്, സ്പെയർ വേണമെങ്കിൽ സ്പെയർ, ഏത് വേണോ ഇവിടെ കിട്ടും. ഓരോരോ ഗള്ളികളായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് സാധനം മേടിച്ച് ഇവിടെ കൊടുത്ത് തന്നെ ഓഡിയോ സിസ്റ്റംസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ പറ്റിയ കടകളുണ്ട്. ഇതിൻ്റെ മുതലാളിയെ കാണാനില്ല. അടുത്തൊരു കടയാണ്, ഇത് റിപ്പയറിംഗ് കടയാണ്. ഒരുപാട് ഓഡിയോ സിസ്റ്റംസ് ഇവിടെ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട്. കേട്ടോ, പഴയതും പുതിയതുമായിട്ടുള്ള നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ഓഡിയോ ഐറ്റംസ് കൂടി ഇരിപ്പുണ്ട്. ഇതൊക്കെ റിപ്പയറിങ്ങിന് കൊണ്ടുവന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് സ്പെയർ ഇവിടെ നിന്ന് മേടിച്ചിട്ട് ഇവിടെ കൊടുത്തതിന് റിപ്പയർ ചെയ്യാം. പണ്ടത്തെ BCP ഒക്കെ ഇരിപ്പുണ്ട്. ഇംപെക്സിൻ്റെ, സോണിയുടെയൊക്കെ കിട്ടുന്ന സെറ്റുകൾ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട്. നമുക്കിവിടെ ഏതെങ്കിലും ഷോപ്പിനകത്തൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. സോണിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സെയിൽ ആൻഡ് സർവീസ്, അല്ലെങ്കിൽ മിക്സിര, അതുപോലെ തന്നെ പ്രഷർ കുക്കർ, അങ്ങനെയുള്ള ഐറ്റംസാണ്. അതിൻ്റെ എല്ലാ സ്പെയറും ഇവിടെ കിട്ടും. ഫാനിൻ്റെത്, മിക്സിയുടെ ജാറുകളൊക്കെ ഇങ്ങനെ സെയിലിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. എല്ലാ ടൈപ്പ് ജാറുകളും ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ പാക്കറ്റ് തന്നെ തിരിക്കുന്നുണ്ട്. പല ടൈപ്പ് മിക്സികളുടെ ജാറാണ് ഈ അടുക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ മിക്സിക്കകത്ത് വരുന്ന സകലമാന സ്പെയറുകൾ ഇവിടെ കിട്ടും. ഇവിടെ കൊണ്ടുവന്ന് അവർ റിപ്പയർ ചെയ്യാൻ പറ്റുന്നത് റിപ്പയർ ചെയ്ത് തരും. പുതിയ ജാറ് മേടിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യനാണ്. ആ പുള്ളി പറഞ്ഞു തരും ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്നും എങ്ങനെയൊക്കെയാണ് അവരുടെ സർവീസ് കാര്യങ്ങളെന്നൊക്കെ. ഞങ്ങൾ കൂടുതലും സീലിംഗ് ഫാൻ വൈൻഡിങ്ങും, മിക്സി വൈൻഡിങ്ങും, പിന്നെ സ്പെയർ പാർട്സുകൾ, മിക്സിയുടെ ചെറിയ കപ്ലറുകൾ, അതിൻ്റെ സ്പെയറുകൾ, ബട്ടർഫ്ലൈകൾ, ജാറുകൾ വന്നിട്ട് ഫിലിപ്സിൻ്റെ ഉണ്ട്, സുജാതയുടെ ഉണ്ട്, പാനസോണിക് ഉണ്ട്, റീവിയുടെ ഉണ്ട്. അതായത് ഒരുവിധപ്പെട്ട എല്ലാ മിക്സിയുടെ നോർമൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ മിക്സിയുടെ സ്പെയറും ഉണ്ട്. ഈ ഇരിക്കുന്ന സീലിംഗ് ഫാൻ്റെ റീവൈൻഡ് ചെയ്യാനുള്ളതും ഇത് റീവൈൻഡ് ചെയ്തതുമാണ്. ഇത് കത്തിപ്പോയതാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് കത്തിപ്പോയത്, ഇത് റീവൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ എത്ര രൂപയ്ക്ക് റീവൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്? അത് ഞങ്ങൾ ഈ കമ്പിയുടെ കിലോ അനുസരിച്ചാണ്. എന്തായാലും ഒരു മോട്ടോർ സെറ്റ് ചെയ്യുമ്പോൾ എത്ര രൂപ ആവും? കോറിന് മാത്രം 450 രൂപ. 450 രൂപ ഈ സാധനം മാത്രം. ഇതിൻ്റെ താഴെയും മുകളിലായിട്ട് ഒരു ബെയറിംഗ് വരും. അതും കൂടെ മാറി അവരെ സർവീസ് ചാർജ് ഉൾപ്പെടെ വരുമ്പോൾ ഒരു 600-650 രൂപ. അപ്പോൾ ലാസ്റ്റ് ചെയ്യോ? കാരണം ഇത് പക്ക കോപ്പറാണ്, കാണുമ്പോൾ തന്നെ അറിയാം. കാരണം കാണുമ്പോൾ അറിയാം അലൂമിനിയം അല്ല, കോപ്പർ തന്നെയാണ്. അലൂമിനിയം ആണെങ്കിൽ ഈ പറയും പോലെ ഒന്നിന് പകുതിയാണ് വില, കിടക്കത്തില്ല. ഓക്കെ, കോപ്പറാണ് കുറച്ചുകൂടെ ബെറ്റർ. ഞങ്ങൾ കോപ്പറേ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവരെ കയ്യിലായിട്ട് ഈ പ്രഷർ കുക്കറിൻ്റെ വാഷറുകൾ കിട്ടും. ഇതുണ്ടോ, പല ടൈപ്പ് വാഷറുണ്ട്, എല്ലാ സൈസും. പ്രസ്റ്റീജ്, അതെ, എല്ലാ കമ്പനിയുടെ ടൈപ്പും ഉണ്ടല്ലേ? ബട്ടർഫ്ലൈയിലുണ്ട്. ഓക്കെ ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്നത് പ്രസ്റ്റീജിൻ്റെ ഒറിജിനൽ വെയിറ്റ് സെറ്റ്. ഓക്കെ, ഇത് പ്രസ്റ്റീജിൻ്റെ അല്ലേ? നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഇതൊക്കെ ഏകദേശം എത്ര രൂപ വില വരും? ഇത് വന്നിട്ട് ഒറിജിനൽ വന്നിട്ട് 200 രൂപ അടുപ്പിച്ച് വില. 200 രൂപ വരും. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന മറ്റൊരു ഷോപ്പിലാണ്. ഈ കാണുന്ന CCTV ക്യാമറ, ഫുൾ ആക്സസറീസ് ഇട്ട് ഇതിൻ്റെ സ്പെയർ പാർട്സുകളും ക്യാമറയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. അങ്ങനത്തെ ഒരു ഷോപ്പാണ്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടോ ഇങ്ങനെ നിരത്തി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്. നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, റിപ്പയറിംഗ് ഉണ്ടോ അവിടെ? ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? കമ്പനി മുഖാന്തരം മാത്രമേ നമുക്ക് സർവീസ് ചെയ്യാം. മെയിനായിട്ട് ഇപ്പോൾ CCTV 3-4 ബ്രാൻഡാണ് ചെയ്യുന്നത്. അതും പ്രമുഖ ബ്രാൻഡല്ല, ലോക്കൽ ബ്രാൻഡൊന്നും ചെയ്യുന്നത് ഇല്ല. ഇവിടെ വേറെ ഒരുപാട് കടകളുണ്ടല്ലേ ഈ ഭാഗത്തായിട്ട്? ഇവിടെ 4-5 കടകളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഐറ്റംസും നിങ്ങളെ കിട്ടും, ബന്ധപ്പെട്ട എല്ലാ ആക്സസറീസും. ഓക്കെ, ഇത് മറ്റൊരു കടയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ കുറേ ബോക്സുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. സ്പീക്കർ, ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ വണ്ടികളൊക്കെ അകത്തൊക്കെ വെക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ണോടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഓരോരോ ചെറിയ ഷോപ്പുകൾ ഇതുകൊണ്ട് എവിടെ തിരിഞ്ഞാലും ഓരോ മുക്കിലും മൂലയിലും വരെ ഇലക്ട്രോണിക് ഷോപ്പുകളുണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കിട്ടും കേട്ടോ. ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങണമെന്നേ ഉള്ളൂ. സ്ഥിരമായിട്ട് വരുന്നവർ കാണുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇതുണ്ടോ, ഇവിടെയും കുറേ സ്പീക്കറിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടി വലിയ ബോക്സുകളാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഷോപ്പിൽ ഓൾ ടൈപ്പ്, ഏതൊക്കെ ടൈപ്പ് എങ്ങനെയൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പണിഞ്ഞു തരും. അങ്ങനത്തെ ഒരു ഷോപ്പാണിത്. ഓരോ കടകളും ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ അവർക്ക് ഈ ബോക്സിൻ്റെ സെയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. ഇതുണ്ടോ, സബിൻ്റെയൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള സബ് ഊഫറൊക്കെ വയ്ക്കുന്ന ടൈപ്പ് ബോക്സുകളാണ് ഈ കാണുന്നത്.
ഓരോ കടകൾക്ക് മുന്നിൽ നല്ല തിരക്കാണ് കേട്ടോ. എന്തെല്ലാം ടൈപ്പ് സാധനങ്ങളാണ് ആൾക്കാർ മേടിക്കാൻ വരുന്നതെന്നാണ് ആലോചിക്കുന്നത്. ഇതൊന്നും ആയിട്ടില്ല, ഞാനിതിൻ്റെ എങ്ങോട്ടും യഥാർത്ഥത്തിൽ പോയിട്ടില്ല. ഇനി ഒരുപാട് സ്ഥലങ്ങൾ പോകാണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് ഇങ്ങനെ കറങ്ങുവാണെന്നേ ഉള്ളൂ. ഇതുണ്ട്, ഓരോ കടയിലും നല്ല കിടിലം തിരക്കാട്ടോ. അതിനകത്തിരിക്കുന്ന ആൾക്കാർക്കൊന്നും മൈൻഡ് ചെയ്യാനുള്ള ടൈം പോലും കിട്ടുന്നില്ല. അത്രയ്ക്ക് ആൾക്കാർ ഓരോ 5 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ കണ്ടോ, വലിയ ബോർഡിൽ സംഭവം എഴുതി വെച്ചേക്കുന്നുണ്ടോ, നിങ്ങളുടെ മൊബൈൽ ഡിസ്പ്ലേ ഗ്ലാസ് പൊട്ടിയതാണോ, വിഷമിക്കേണ്ട, നിമിഷങ്ങൾക്കുള്ളിൽ റിപ്പയർ ചെയ്ത് തരുമെന്ന് കൊടുത്തത്, അതും കുറഞ്ഞ ചിലവിൽ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ എന്താ സെറ്റപ്പ് അല്ലേ? ജസ്റ്റ് ആ കടയ്ക്കകത്തോട്ടൊന്ന് കയറി നോക്കാം എന്തുവാണ് എന്നുള്ളത്. ഈ ക്യാബിനുള്ളിൽ ഇതിൻ്റെ ഓണറുണ്ട്, പുള്ളി റിപ്പയറിങ് ചെയ്യുന്ന തിരക്കിലാണ്. ഇവരെ ക്യാബിനുള്ളിൽ കണ്ടോ ഒരുപാട് മൊബൈലുകൾ ഈ ക്യാബിനകത്ത് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. ഫുൾ ബിസിയാണ് കേട്ടോ, നമുക്ക് സംസാരിക്കാനുള്ള ടൈം പോലും കിട്ടുന്നില്ല. നിങ്ങൾ നോർമൽ ഇവിടെ ഡിസ്പ്ലേ മാറുന്ന എത്ര ടൈം എടുക്കും? ഈ 30 മിനിറ്റ് എന്ന് വെച്ചേക്കണത് കറക്റ്റാണ്. അത് തന്നെയാണ് നിങ്ങളുടെ ടൈം. വേറെ വർക്ക് നമ്മൾ കയ്യിലെടുത്തിട്ടില്ലേ, നമുക്ക് അതിന് അത്രയും സമയം വേണ്ട, 15 മിനിറ്റ് മതി, മാക്സിമം 30 മിനിറ്റ് മതി. മേജർ കംപ്ലൈന്റ് വല്ലതും ആണെന്നുണ്ടെങ്കിൽ മാക്സിമം എത്ര ദിവസം എടുക്കും? ബോർഡ് വർക്കാണെങ്കിൽ നമുക്ക് ഡേറ്റ് വേണ്ടി വരും. എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ദിവസം കൊണ്ട് ചെയ്ത് 1-2 ദിവസം വർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ ബോർഡ് വർക്ക് കൂടെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ടാസ്ക്കാണ്. ഓക്കെ. 1-2 ദിവസം. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് ഷോപ്പുകൾ കയറാനുണ്ട്. ഈ കാണുന്ന കടയിൽ ഏറ്റവും കൂടുതൽ മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഈ കോളേജിലോട്ടൊക്കെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടൊക്കെ വരുന്ന പിള്ളേരുണ്ടല്ലോ, പ്രോജക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ, ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള സാധനങ്ങൾ ഈ ഒരു ഷോപ്പിൽ കിട്ടിയിട്ടുണ്ട്. പണ്ടൊക്കെ TV റിപ്പയർ ചെയ്യുമായിരുന്നില്ല, അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഈ കടയിൽ നിന്നും ആൾക്കാർ മേടിക്കുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഈ സാധനങ്ങളൊക്കെ ഇവിടെ മേടിക്കാൻ ഞാൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അന്നത്തെ ഭയങ്കര ഒരു വലിയ കടയാണ്. ഇപ്പോൾ സ്പെയറുകൾ മാറിപ്പോയി, TV മാറി, ഇപ്പോൾ എല്ലാം LED കടന്നിട്ടുണ്ട്. ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ഇലക്ട്രോണിക്സ് മാത്രമല്ല, മറ്റുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും. ഇപ്പോൾ കടകളൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഷോപ്പെന്ന് പറഞ്ഞാൽ മൊബൈൽ ഹോൾസെയിൽ ഷോപ്പാണ്. റിപ്പയർ ചെയ്യുന്ന കടക്കാരായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. അത്രയ്ക്കും വലിയ ഏരിയയിലാണ് ഈ സാധനങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞാൻ പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ ഷോപ്പിൻ്റെ പേര് കാണിച്ചു തരാം. അപ്പോൾ ഈ മൊബൈൽ ഷോപ്പിനകത്തുള്ള മൊബൈലിൻ്റെ പൗച്ചുകൾ, അതുപോലെ കവറുകൾ എല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് സാധനം വേണമെങ്കിലും നോക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഷോപ്പിനകത്ത് മൊബൈൽ ഐറ്റംസ് മാത്രമല്ല, അതുപോലെ തന്നെ CCTV ഐറ്റംസ് ഉണ്ട്, കമ്പ്യൂട്ടറിന് വേണ്ടതുണ്ട്, അതേപോലെ ആഡിയോ വീഡിയോ കേബിൾസുകൾ, കാറിനകത്ത് എന്തൊക്കെ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ വീട്ടിനകത്ത് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെയുള്ളതിൻ്റെ ഒരു ചിന്ത ഇവിടെ വന്നുണ്ടാവും. അത്രയും സാധനങ്ങളുണ്ട് ഈ കടയിൽ. ഈ ഷോപ്പിൻ്റെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത്, RD കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽസ് ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പ്. അപ്പോൾ അവരുടെ സാധനങ്ങൾ മൊത്തം ഒരു ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നടന്നിട്ട് മറ്റൊരു വശത്തോട്ട് വന്നേക്കാണ്. ഇവിടെ റോഡൊക്കെ വിഷയമാണ്, ഇപ്പോൾ റോഡെല്ലാം പൊളിച്ചടിക്കിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ സൈഡിലായിട്ടൊരു ഷോപ്പുണ്ട്, ടെലിമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഷോപ്പെന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിക്സ് TV അങ്ങനെയുള്ള സാധനങ്ങളല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ സ്പെയർ ഇവിടെ കിട്ടും. ഇത് പണ്ടേ മുതലുള്ളൊരു കടയാണ്. ഞാനിവിടെ വന്നിട്ടുണ്ട് സ്പെയർ മേടിക്കാനൊക്കെ. അപ്പോൾ ഈ കാണുന്ന കടയുടെ ഉൾവശമാണ്, നമുക്ക് ഇത്രേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം കംപ്ലീറ്റ് സ്പെയർ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ ഒരു ചെറിയ സൈഡ് മാത്രമാണ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഴയ TV മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന LED വരെ എല്ലാ സാധനങ്ങളും, ബോർഡായാലും പവർ സപ്ലൈ ആയാലും LED ആയാലും അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാ സ്പെയറുകളും ഈ ഒരു ഷോപ്പിനകത്ത് കിട്ടും. പ്രധാനമായിട്ടും പഴയ TVയുടെ സ്പെയർ ഇവിടെ കിട്ടും കേട്ടോ. നമ്മളെ പണ്ടത്തെ 21 വരെയുള്ള ഇഞ്ച് TVകളുണ്ടല്ലോ, സാധാ TV, അപ്പോൾ അതിൻ്റെ ഒരു സ്പെയർ ഈ ഒരു ഷോപ്പിനകത്ത് അവൈലബിൾ ആണെന്നാണ് ഇതിൻ്റെ മുതലാളി പറയുന്നത്. നമ്മൾ പല സാധനങ്ങളും നിസ്സാര കംപ്ലൈൻറ്റൊക്കെ എടുത്ത് കളയുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പെയർ കിട്ടും. നല്ലൊരു റിപ്പയർ ചെയ്യുന്നവരെ കൊടുത്തു കഴിഞ്ഞാൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷോപ്പ് ഏകദേശം തുടങ്ങിയിട്ട് ഒരു 45 കൊല്ലം പിന്നീടാണ് കേട്ടോ. അത്രയും പഴയ ഷോപ്പാണ്. നമുക്ക് ഏത് സാധനം വേണമെങ്കിലും കൊണ്ടുവന്നാൽ അവർക്ക് തന്നെ അറിയാൻ പറ്റും ഇത് മാച്ച് ആവോ ഇല്ല എന്നുള്ളതൊക്കെ കറക്റ്റ് എടുത്തു തരാൻ പറ്റും. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഷോപ്പും കൂടെയാണ്. ചേട്ടൻ്റെ ക്യാമറയുടെ മുന്നോട്ട് വരാനുള്ള ഒരു ഇതുണ്ട്, അതിനെക്കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു 2 നില ബിൽഡിങ്ങിൻ്റെ അകത്താണ്. ഇവിടെ തന്നെ എത്ര കടയുണ്ടെന്ന് നോക്കിയേ. ഓരോ കട്ടിങ്ങിൽ ഓരോരോ മൊബൈൽ ഷോപ്പുകളാണ്. മൊബൈൽ ഷോപ്പുകളുണ്ട് നിറഞ്ഞിരിക്കുക കേട്ടോ. ഇത് ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പാണ്. അതുപോലെ തന്നെ മൊബൈലിൻ്റെ മറ്റുള്ള ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്. അങ്ങനെ അറ്റത്ത് എന്തോ സർവീസ് സെൻ്ററാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തകരപ്പറമ്പിലുള്ള ന്യൂ നാഷണൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത്. ഇതാണ് ഷോപ്പിൻ്റെ ഓണർ. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് കുറേ ബോക്സുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതുണ്ടോ, നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടി അത്യാവശ്യം വലിയ ബോക്സാണ് ഇരിക്കുന്നത്. ഇതിനൊക്കെ ഏകദേശം എത്ര റേറ്റ് വരും? മാക്സിമം കുറഞ്ഞ് 2500 മുതൽ 6800. ഇത് ബോക്സ് സ്പീക്കർ നമ്മൾ അസംബിൾ ചെയ്ത് വെച്ചിരുന്നു. JBLൻ്റെ ആയാലും ഈ
സാംസോണിൻ്റെ ബോക്സുകൾ ഓഡിക്സ് ഇരിപ്പുണ്ട്, എഡിൻസോണിക്ക് ഇരിപ്പുണ്ട്. ഒരു കസ്റ്റമർ ഒരു 5.1 ആംപ്ലിഫയർ എടുക്കാൻ വന്നു കഴിഞ്ഞാലും ഈ 5.1 ആംപ്ലിഫയർ അവർക്കൊരു ബോക്സിൻ്റെ ആവശ്യം വരും. അവർ ഈ ബോക്സ് അസംബിൾ ചെയ്ത ബോക്സിനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആംപ്ലിഫയറിൻ്റെ ബോക്സ് ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ ആ സൗണ്ടിന് ആ ക്വാളിറ്റി അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അവർ കൊണ്ടു കൊടുക്കുന്ന ഒരു പഴയ സാധനത്തിലാണെങ്കിൽ അത്രയും ക്വാളിറ്റി വരത്തില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒക്കെ ആണെങ്കിൽ എന്ത് വിലയ്ക്ക് കൊടുക്കും? ആംപ്ലിഫയറും ബോക്സും കൂടെ ഒക്കെ ആണെങ്കിൽ ഇതാണെങ്കിൽ 100 വാട്ട്സിന് ഡബിൾ മാൻ പ്രൂഫാണ് ഈ സാംസോണിൻ്റെ. അതൊരു ആ ബോക്സിന് നമ്മൾ 5800 രൂപയ്ക്കാണ് വിൽക്കുന്നത്. മാർജിനിട്ടല്ല, ഊഫറിൻ്റെ വിലയും ബോക്സിൻ്റെ വിലയും ചേർത്ത് വെക്കുന്നത്. സ്പെയറിൻ്റെ പൈസ അസംബിൾ ചെയ്ത് വെച്ചിരിക്കണം നിങ്ങൾക്ക്. അപ്പോൾ ആ ബോക്സ് ഒരു ആംപ്ലിഫയർ മാറ്റി 5.1 ഒരു 200 വാട്ട്സിൻ്റെ ആംപ്ലിഫയർ മാറ്റി നിങ്ങൾക്ക് അത് ആംപ്ലിഫയറിന് വന്നിട്ട് 4800 അത് വരെ ഉണ്ടാവും. ആംപ്ലിഫയർ അല്ലേ? ആംപ്ലിഫയർ പറയുന്ന കണക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ. നിങ്ങൾ മോഡൽ പറഞ്ഞ് എങ്ങനെ ആയത് ഒരാഴ്ചക്കകത്ത് നമ്മൾ ചെയ്ത് കൊടുക്കും തന്നെ. വിത്ത് VFD ഡിസ്പ്ലേ ഒക്കെ വെച്ച് ഡിജിറ്റൽ ടൈപ്പ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വെച്ച് ആ ഡിസ്പ്ലേ വെച്ച് ചെയ്ത് കൊടുക്കണം. ഏത് മോഡലാണ് ആ ഡിസൈൻ തന്നെ ഞാൻ ഡിസൈൻ ചെയ്തു. ഞാനങ്ങനെ ഷോപ്പുകളൊക്കെ റൗണ്ട് ചെയ്ത് സംസാരിച്ചും പറഞ്ഞൊക്കെ വന്നപ്പോഴേ നേരം കുറച്ച് ഇരുട്ടി. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 6:30 മണിയായിട്ടുണ്ട്. എല്ലാ കടകളിലും ലൈറ്റുകൾ തെളിഞ്ഞിട്ടുണ്ട്. ടോട്ടലി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു സൈഡ് മൊത്തം മൊബൈലിൻ്റെ ചെറിയ റിപ്പയറും വലിയ റിപ്പയറും എല്ലാ സംഭവങ്ങളുള്ളൊരു സ്ഥലത്താണ്. ഇതിൻ്റെ രണ്ടാമത്തെ നിലയിലും ഉണ്ട്. ഓരോ കടകളായിട്ട് എടുത്ത് കാണിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ടൈം തികയുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ചെറിയ രീതിയിൽ 2 ഷോപ്പുണ്ട്. ഇവിടെ ഒന്നിൽ ഇലക്ട്രിക്കൽ ലൈറ്റുകൾ, ഇൻഡക്ഷൻ കുക്കർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്ന കടയാണ്. ചെറിയൊരു റിപ്പയറിങ് ഏരിയ ഇതുണ്ടോ. ഇവിടെ ഒരു പഴയ FM ശരിയാക്കി എടുക്കുന്നു. നിങ്ങൾ ഓൺ ദ സ്പോട്ടിൽ ഇങ്ങനെ റെഡിയാക്കി കൊടുക്കണോ? സ്പോട്ടിൽ സാധനം മേടിച്ചുകൊണ്ട് കൊടുത്ത് അപ്പോഴത്തെ റിപ്പയർ ചെയ്ത് കൊടുക്കും അല്ലേ? ഇവിടെ ഒരുപ്പെട്ട എല്ലാ ഇലക്ട്രോണിക്സ് ഐറ്റംസും നോക്കും, എല്ലാം നോക്കും. ഷോപ്പ് ചെറുതാണെന്നേ ഉള്ളൂ. സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്താൽ ഓൺ ദ സ്പോട്ടിൽ പറ്റുന്നതാണെങ്കിൽ അവരപ്പം തന്നെ ചെയ്തു തരും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഇവിടെ ഒരു മൊബൈൽ റിപ്പയറിങ്. ഇതിപ്പോൾ ഡിസ്പ്ലേ റെഡിയാക്കുകയാണ് അല്ലേ? ഡിസ്പ്ലേ മാറണോ? ഇത് ആർക്കുള്ളതാണ്? ഇതിൻ്റെ ഓണർ ആരാ? വേറെ ആള്. ഇവിടെ നിൽക്കുന്ന ആരുമല്ല. ഈ പുള്ളിക്കുള്ളതാണ് കേട്ടോ. ഓക്കെ. അരമണിക്കൂറിനുള്ളിൽ മാറോ? അരമണിക്കൂർ. നോർമലി എത്രയൊക്കെയാണ് ഇപ്പോൾ ഡിസ്പ്ലേ ഒക്കെ മാറുന്നത്? അല്ല, നിങ്ങളുടെ ഡിസ്പ്ലേ ഉണ്ടോ സർവീസ് മാത്രമാണോ? സർവീസ് മാത്രമാണ്. സാധനം ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് കൊടുത്താൽ മതി. അതാണ് ആവശ്യം. പെട്ടെന്ന് സംഭവം നടക്കില്ല. ട്രിവാൻഡ്രത്തുള്ളവർക്ക് അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. പടപട സാധനങ്ങൾ മാറാം, വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഈ തകരപ്പറമ്പിൻ്റെ പ്രത്യേകത. ഈ ഷോപ്പിൻ്റെ ഓണറാണോ? ഇവർ 3-4 ഷോപ്പ് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ഒറ്റ സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ആൾ പുള്ളിയാണെന്ന് പറയുന്നത്. എന്താണ് നിങ്ങൾ ഐഫോൺ വരെ ശരിയാക്കുന്നുണ്ടോ? ഐഫോണൊക്കെ സ്പോട്ടിൽ ശരിയാക്കും? ഐഫോൺ പറ്റൂല. അതെന്ത്? ഐഫോൺ എന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതാണല്ലോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ബിൽഡിങ്ങിൻ്റെ 2ാമത്തെ നിലയിലാണ്. ഇതെല്ലാം സ്പോട്ടിൽ അവർ നോക്കി റിപ്പയർ ചെയ്യുന്ന ഷോപ്പുകളാണ്. ഒന്നൊന്നുമല്ല, ഒരുപാട്. എല്ലാം പല ടൈപ്പ് ഷോപ്പുകളാണ്. അപ്പോൾ നമ്മൾ 2ാമത്തെ നിലയിൽ മറ്റൊരു ഷോപ്പിൻ്റെ ഉള്ളിലാണുള്ളത്. ഇത് ഐഫോണിൻ്റെയൊക്കെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കച്ചവടം ചെയ്യുന്ന ഒരു ഷോപ്പാണ്. ഇവർക്ക് വേറെ ഷോപ്പുകളും സർവീസ് സെൻ്ററൊക്കെ ഉണ്ട്. ഐഷോപ്പ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. അവർക്ക് വേറെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. മൊബൈലിൻ്റെ എല്ലാവിധ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു പോവാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി ഐഫോണിൻ്റെ കവറുകളായാലും സാംസങ്ങിൻ്റെ കവറുകളായാലും അതുപോലെ മറ്റുള്ള മൊബൈലിൻ്റെ കവറുകളായാലും എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവമുണ്ട്. നോർമലായിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഈ കിടക്കുന്നതിൽ 200 രൂപ മുതൽ 3500 അല്ലെങ്കിൽ 4000 രൂപ വരെ വരുന്ന കവറുകളുണ്ട്. ലോക്കലോട്ട് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയൊക്കെ വരുന്ന സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ കേബിളുകൾ, ചാർജറുകൾ എല്ലാം ജസ്റ്റ് ഇങ്ങനെ ഓട്ടിച്ച് പോവുകയാണ്. പാക്കിങ് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റി കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഐഫോണിൻ്റെയൊക്കെ ക്യാമറ, ലെൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ ലെൻസും വരുന്നുണ്ട്, നോർമലായിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ട്. അപ്പോൾ ഏതിൻ്റെ ആയാലും ഇവിടെ 200 മുതൽ സ്റ്റാർട്ട് ആവുന്നു എന്നാണ് പറയുന്നത്. നമ്മളീ കണ്ട ഇപ്പോൾ ഐഫോണിൻ്റെ ഈ ലെൻസ് ആയാലും അതിന് നോർമലും എല്ലാ ടൈപ്പും വരുന്നുണ്ട്.
ഇതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് എടുക്കാവുന്നതാണ്. ഹോൾസെയിലാർക്ക് ഹോൾസെയിൽ, റീറ്റെയിലാർക്ക് റീറ്റെയിൽ, ആ ലെവലിലാണ് വിൽക്കുന്നത്. മൊബൈലിൻ്റെയൊക്കെ ബാക്കിൽ ഒട്ടിക്കുന്ന മൊബൈൽ സ്കിൻ എന്ന് പറഞ്ഞ സാധനമാണ് ഇരിക്കുന്നത്. പലർക്കും അറിയാൻ പറ്റും, എന്നാൽ കുറച്ച് ആൾക്കാർക്കൊന്നും അറിയാൻ വഴിയില്ല, പ്രായമുള്ളവർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ കാണുന്നത്. അത് ഇവിടെ ഒരു മെഷീൻ വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടോ, നല്ല കിടിലമാണ്. മൊബൈലിൻ്റെ പുറകിലായിട്ട് നമുക്കിത് ഒട്ടിക്കാവുന്നതാണ്. പക്ഷേ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ മൊബൈൽ സ്ക്രാച്ച് ആവത്തില്ല, പിന്നെ വേറൊരു ലുക്കായിരിക്കും. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെഷീനും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. നല്ല വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ റേറ്റ് എത്ര പറഞ്ഞ്? 200. ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലേ, 500 വെറൈറ്റി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? വേറെ അവരെ കളക്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്, അല്ലാത്തതും ഉണ്ടല്ലേ. ലേഡീസിന് പറ്റിയതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ലേഡീസിന് പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. മുകളിലത്തെ ഷോപ്പുകളുടെ വിശേഷങ്ങൾ കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങുവാണ്. ഇനി നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് തകരപ്പറമ്പിൽ തന്നെ ഒരു വലിയ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്, സ്പീക്കർ ബൈൻഡിങ്. ഈ ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്ന സാധനം കണ്ടില്ലേ, സ്പീക്കറുകൾ, ഓൾ ടൈപ്പ് സ്പീക്കർ ഇവിടെ ബൈൻഡ് ചെയ്യും. ഇത്രയും വലിയ സ്പീക്കറുകൾ വരെ ഇവിടെ ബൈൻഡ് ചെയ്ത് റെഡി ആയിരിക്കുന്നത്. അതിൻ്റെ ബൈൻഡിങ് ഒക്കെ പോയതും ബൈൻഡ് മാറ്റാനും അതിൻ്റെ എന്ത് വേണമെന്നെങ്കിലും ഇവിടെ ചെയ്യും. ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്നതും ചെയ്യാനുള്ളതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. എന്തോരം വലിയ സ്പീക്കറുകൾ അവിടെ അടുക്കി വെച്ചിരിക്കുന്നത് നോക്കിയാൽ. ഇതൊക്കെ എനിക്ക് ഒന്ന് റിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു. അത്രയും നല്ല പുത്തൻ ലുക്കിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സ്പീക്കറുകൾ ഏതും ആകട്ടെ, ഇത് കണ്ടില്ലേ, ഇത്രത്തോളം വലിയ സ്പീക്കറൊന്നും സാധാരണ നോർമൽ ഒരാളെ കയ്യിൽ കാണത്തില്ല. ഇതൊക്കെ വലിയ വലിയ സൗണ്ട് കമ്പനികളുടെ കയ്യിൽ മാത്രമേ കാണത്തുള്ളൂ. അത്രയും വലിയ സ്പീക്കർ തൊട്ട് പിന്നെ ഈ ഇരിക്കുന്ന ഏറ്റവും ചെറിയ സ്പീക്കർ, നോർമലിൽ പിള്ളേരെ കയ്യിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ ടൈപ്പ് സ്പീക്കർ ആയിരിക്കും. ഇത് വരെ ഇവിടെ ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കോയിലുകൾ ചേഞ്ചിങ് ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. തകരപ്പറമ്പ് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു ബ്രിഡ്ജാണിത്. ആ ബ്രിഡ്ജിൻ്റെ എൻഡിലാണ് ഈ ഒരു കടയുള്ളത്, രണ്ടാമത്തെ നിലയിലായിട്ട്. അപ്പോൾ ഈ കത്തിയിരിക്കുന്ന കോയിൽ ഉണ്ടല്ലോ, ഇത് അവർ അതേപോലെ തന്നെ അടുത്ത റീവൈൻഡ് ചെയ്തെടുക്കും. അതും നല്ല ക്ഷമപ്പെട്ട പരിപാടിയാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു പ്ലേറ്റ് പോലെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഇതിനകത്ത് കോപ്പർ ഇങ്ങനെ വൈൻഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലുള്ള വൈൻഡിങ് അവർ ചെയ്തെടുത്ത് രണ്ടാമത് റീപ്ലേസ് ചെയ്യും. അപ്പോൾ അതിന് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുതലായിരിക്കും. നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന കോയിലിനെക്കാട്ടി കൂടുതൽ നല്ല ക്വാളിറ്റി അവർ ചെയ്യുന്നതിലുണ്ടാവും. അതായത് നല്ല കോപ്പർ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഉപയോഗം ഉണ്ടാവും. ആ ഒരു കറക്റ്റ് അളവിലും കാര്യങ്ങളിലേക്ക് ആയിരിക്കും അവർ ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയോടുള്ള സൗണ്ടായിരിക്കും വരുന്നത്. ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാല് പോലും കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിൽ സ്പീക്കറുകൾ ഇങ്ങനെ അടങ്ങിയിരിക്കുകയാണ് കണ്ടോ. അതിനകത്ത് 2 പേര് ഇരുന്ന് റിപ്പയർ ചെയ്യുന്നുണ്ട്. അവർക്ക് നോക്കാനുള്ള സമയം പോലും ഇല്ല, അത്രയും വലിയ തിരക്കിലാണ്. സ്പീക്കർ മാത്രം, വേറൊന്നുമില്ല. സ്പീക്കർ വേൾഡ്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തുള്ള സകലമാന സ്പീക്കർ ഈ ഒരു ഷോപ്പിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇതേപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ എത്ര മണി വരെ ഉണ്ടാവും ഷോപ്പ്? 8 മണി വരെ. ഞായറാഴ്ച അവധിയാണല്ലേ? ഞായറാഴ്ച ദിവസം അവധിയാണ്. ബാക്കിയുള്ള രാവിലെ ഒരു 9 മണി തൊട്ട് വൈകിട്ട് ഒരു 8 മണി വരെ ഇവിടെ ഷോപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന സാധനം അത്യാവശ്യം എല്ലാ സ്പെയറൊക്കെ കിട്ടുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു സാധനം വൈൻഡ് ചെയ്ത് ബൈൻഡിട്ട് സെറ്റാക്കി കൊടുക്കും. 2-3 മണിക്കൂർ മതി. ആ ഒരു ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വേറൊരു ഇലക്ട്രോണിക്സ് ഷോപ്പ് കൂടെ ഉണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട്സിൻ്റെ എല്ലാ സ്പെയറും ഇവിടെ കിട്ടും അല്ലേ? ഈ സ്പീക്കറിൻ്റെ തന്നെ സ്പെയറുകൾ ഇവിടെ കിട്ടും. അതായത് ബൈൻഡ് കാര്യങ്ങൾ അതിൻ്റെ എല്ലാ സെറ്റപ്പും ഇവിടെ കിട്ടും. ഓക്കെ, അങ്ങനത്തെ ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ചാൽ മതി. അവരെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. താഴോട്ടൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല. സാധനം അവിടെ കൊണ്ട് കൊടുക്കുക. അവിടെ എന്തെങ്കിലും വിഷയം പറയുകയാണെങ്കിൽ ഇവിടുന്ന് സാധനം മേടിക്കുക, അവിടെ കൊടുത്ത് റിപ്പയർ ചെയ്യുക. അത്ര എളുപ്പത്തിലൊരു ഷോപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മറ്റൊരു ഷോപ്പിലാണ്. ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ഇലക്ട്രിക്കൽ ലൈറ്റുകളും അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ മറ്റൊരു മുഖമാണ് ഈ ഒരു ഷോപ്പിനുള്ളത്. നമ്മുടെ വീട്ടിൻ്റെ മുന്നിലൊക്കെ ഇടുന്ന ടൈപ്പ് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കാണാം. ഇത് കണ്ടോ, നല്ല കളർഫുള്ളായിട്ടുള്ള ലൈറ്റുകളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന വീട്ടിലൊക്കെ അലങ്കരിക്കുന്ന അല്ലെങ്കിൽ സെലിബ്രേഷനൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ ഒരുപാട് ടൈപ്പ് ബൾബുകളുണ്ടല്ലോ, പല ടൈപ്പ് LED ബൾബുകൾ, അതെല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോപ്പാണ്. ഈ ബോക്സിനകത്തൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ വലിയ വലിയ പാക്കറ്റുകളാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലോക്കൽ LED ഉണ്ടല്ലോ, അത് മുതൽ അത്യാവശ്യം അതിനെക്കാട്ടി കൂടുതലായിട്ടുള്ള നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന ടൈപ്പ് എല്ലാ ടൈപ്പ് ബൾബുകളും ഇവിടെ ഉണ്ട്. ഇതുണ്ട്, ചാക്കിനകത്തൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഉത്സവപ്പറമ്പുകളിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമ്മൾ കൂടുതലും കാണുന്ന ഈ വലിയ ഹോട്ടലുകളിലൊക്കെ കാണുന്ന ടൈപ്പ് ബൾബുകളാണ്. നമ്മൾ ചായ കുടിക്കാനൊക്കെ കയറുമ്പോൾ ഇതൊരു പ്രത്യേക സംഭവത്തിന് വേണ്ടി ഇട്ടിരിക്കുന്ന ആ ടൈപ്പ് ബൾബുകളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുതലാളി. 80 രൂപ മുതൽ 1000 രൂപ വരെയുള്ള ബൾബുകൾ ഇവിടെ ലഭ്യമായിരിക്കും. ഈ ഇരിക്കുന്ന പാക്കറ്റുകളിലൊക്കെ ആ ടൈപ്പ് ബൾബുകളാണ് അടുക്കി വെച്ചിരിക്കുന്നത്. അതുണ്ടോ, നമ്മളെ വീട്ടിൻ്റെ അകത്ത് ഡെക്കറേറ്റ് ചെയ്യുന്ന ടൈപ്പ്, സീലിങ്ങിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ബൾബുകൾ മുതൽ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊന്നും എടുത്ത് ഓപ്പൺ ആക്കാനുള്ള ടൈമില്ല. പിന്നെ ഇവരെ ഗോഡൗണാണ് ഈ കാണുന്നത്. ബാക്കിലോട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സാധനങ്ങൾ ഒരുപാട് ഇരിപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നതേ ഉള്ളൂ. ഗൈസ്, ഞാനിങ്ങനെ കടലൊക്കെ കയറിയാണെങ്കിൽ വന്നപ്പോഴേ കുറച്ച് ഇരുട്ടി. പക്ഷേ ഇരുട്ടിയപ്പോൾ എൻ്റെ കണ്ണിൽ ഒരു കിടില സാധനം വന്ന് വീണ് കേട്ടോ. കണ്ടപ്പം വളരെ അടിപൊളിയായിട്ട് തോന്നി. ബസ്സിനകത്തും അതാണെങ്കിൽ പല പരിപാടികൾക്കും സ്റ്റേജ് പ്രോഗ്രാമിനകത്തൊക്കെ ഉപയോഗിക്കുന്ന മൂവിങ് ലൈറ്റ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ പണ്ടത്തെ ഡിസ്കോ ലൈറ്റ് എന്നൊക്കെ പറയുന്ന അതേ ലെവലിലുള്ള സാധനമാണ്. കറക്റ്റായിട്ട് ഇത് മ്യൂസിക് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു അടിപൊളി ഒരു പാട്ടൊക്കെ ഇടുവാണെങ്കിൽ, ഡിസ്കോ ഒക്കെ ഇടുവാണെങ്കിൽ അതനുസരിച്ച് ഇതിൻ്റെ സ്റ്റെപ്പൊക്കെ മാറുന്ന സാധനമാണ് കേട്ടോ. അങ്ങനെയുണ്ട് സാധനം, വെറൈറ്റി അല്ലേ. ഇതിപ്പോൾ ലൈറ്റുകൾ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് അത്ര എഫക്റ്റീവായിട്ട് തോന്നാത്തത്. പക്ഷേ ഈ സാധനം വെടിക്കെട്ടായിരിക്കും കേട്ടോ. ബസ്സിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞ് നല്ല അടിപൊളി ഒരു പാട്ടും കൂടെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടല്ലോ വേറെ സാധനം ഒരിക്കും. 18,000 രൂപയാണ് ഇതിൻ്റെ ഡബിൾ സൈഡ് വരുന്ന ഈ ഒരു സാധനത്തിൻ്റെ വില. അതേപോലെ തന്നെ ഇതിന് തൊട്ടപ്പുറത്ത് വേറെ ഒന്നുകൂടി ഇരിപ്പുണ്ട് സിംഗിളായിട്ടുള്ളത്. അതിന് ഏകദേശം 8,000 രൂപ വരും. സോണി ട്രേഡ് ലിങ്ക്സ് എന്നാണ് ഈ ഒരു കടയുടെ പേര്.